ഇന്ന് തെങ്ങിന് തടാക്കി കുറച്ച് വളമുണ്ട്, അത് ഇട്ടെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ പ്രശാന്തേട്ടൻ തടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ ദിവസമായി വിചാരിക്കുന്നു, എപ്പോഴും സമയം കിട്ടാറേ ഇല്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ സമയം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചു. 2 പ്രാവശ്യമായിട്ട് മഴ പെയ്തിട്ടുണ്ടായിന്, അതുകൊണ്ട് മണ്ണിന് നല്ല ഇളക്കമുണ്ട്. തടാക്കാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ കൃഷിഭവനിന്ന് വളം കിട്ടിയിട്ട് കുറേ നാളായി. ഞാൻ ആദ്യം തന്നെ അടിയിൽ കുറച്ച് വെണ്ണീരിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഒരു മരത്തിൻ്റെ കൊമ്പ് വെച്ചിട്ടുണ്ടായിന്, അതിൻ്റെ ഇലകളും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയെന്ന്. അല്ലാണ്ട് ആ ഇലയെല്ലാം ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഉണങ്ങിപ്പോവില്ലേ. അപ്പോൾ അതെല്ലാം തെങ്ങിനിട്ടാൽ അത് വളമായില്ലേ. പിന്നെ വേപ്പ് പിണ്ണാക്കും പൊട്ടാഷുമാണ് കിട്ടിയിട്ടുണ്ടായത്. പിന്നെ വേപ്പ് പിണ്ണാക്ക് ഇട്ട് കൊടുത്തു, അതിൻ്റെ മേലെയാണ് പൊട്ടാഷ് ഇട്ടിട്ടുണ്ടായത്. തെങ്ങിന് വളമിടലെല്ലാം ഇവിടെ പ്രശാന്തേട്ടൻ തന്നെയാണ് ചെയ്യൽ. വേറെ പണിക്കാരൊന്നും ആക്കാറേ ഇല്ല. തെങ്ങ് കുറവേ ഇല്ലൂ നമുക്ക്. അപ്പോൾ വളം ഇട്ടിട്ട് നനച്ചു കൊടുത്താൽ തെങ്ങിന് പിടിക്കുമല്ല. നിങ്ങളും ഇതുപോലെ തന്നെയാണ് ചെയ്യൽ? വീട്ടിൽ നിങ്ങൾ തന്നെയാണ് ചെയ്യൽ? കമൻറ്റ് ചെയ്യണേ എല്ലാവരും. പ്രശാന്തേട്ടൻ എന്താ വളമെല്ലാം ഇട്ടതിന് ശേഷം മണ്ണിട്ടിട്ട് മൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം നനച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇതാ കുറച്ച് വെള്ളവും നനച്ചു കൊടുത്താലേ ശരിയായില്ലേ. പിന്നെ ഞാൻ എന്തുണ്ടല്ലോ, നമ്മളെ ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടതാന്നേ. പച്ചക്കറി നടാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ആരും നടാണ്ട് നിൽക്കണ്ട. അവർ നട്ടത് എന്താ, അവരെ വീട്ടിൻ്റെ മുമ്പിലുള്ള ഓവുചാലിലാണ് പയറും നരമ്പനും കയ്പയും അങ്ങനെ എല്ലാം നട്ടിട്ടുണ്ട്. നിങ്ങളും അതുപോലെ നട്ടു നോക്ക് കേട്ടോ. ഓക്കേ, ബൈ.